ഇട്ടാലും നല്ല മണമൊക്കെ വരുന്നില്ലേ? മണമുണ്ട്, രുചിയുണ്ട്, നിറമുണ്ട്, കാണാൻ നല്ലതാണ്, അതെ, കഴിക്കാനും. ഇന്ന് നമ്മൾ ഒരു അടിപൊളി മാങ്ങാച്ചാർ ഉണ്ടാക്കുക അല്ലേ? അതെ അതെ. മാങ്ങയൊക്കെ ഇപ്പോൾ ഉള്ള സീസണാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പറിച്ച് ഇവിടെ നിന്ന് തന്നെ അങ്ങ് അച്ചാറിടുക. ഈ അച്ചാർ കൂട്ടി ഇന്ന് ചോറുണ്ണുകയും ചെയ്യും. ആയിക്കോട്ടെ. അപ്പോൾ അടിപൊളിയായിട്ട് അങ്ങ് തുടങ്ങാം. ഷിനോയ്, ഇന്ന് നമുക്ക് തീ കത്തിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ചാറിടുന്ന തുടക്കം മുതൽ അങ്ങ് പറഞ്ഞു. തുടക്കം മുതൽ നല്ലെണ്ണയാണ് അച്ചാറിന് ഉപയോഗിക്കുന്നത്. മാങ്ങയെ അരിഞ്ഞ് ഇന്നലെ ഞാൻ വെച്ചു വൈകുന്നേരം. കാരണം ഉപ്പ് തിരുമ്മി ഉലുവാപ്പൊടിയും തിരുമ്മിയാണിത് വെച്ചിരിക്കുന്നത്. അന്നേരം ഒരു നല്ലൊരു ഇത് കണ്ടോ, ഒരു ഇപ്പം കടുകടുപ്പെല്ലാം മാറി ഒരു മയം വന്നിട്ടുണ്ട്. ഇത് എത്ര മാങ്ങ ഉണ്ടാവും? ഇത് 1/2 കിലോ മാങ്ങയേ ഉള്ളൂ. 1/2 കിലോ മാങ്ങ. അപ്പോൾ അത് ഇന്നലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇതെല്ലാം ചെയ്ത് വെച്ചു. നല്ലെണ്ണ ഒഴിച്ച് ചൂടാകണം. നല്ലെണ്ണ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിക്കുക. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുക പുറകെ. അതെ, ഒന്നിനും താമസമില്ല. ഈ അച്ചാർ ഇങ്ങനെ ചട്ടികളിലാണ് വെക്കുന്നത്? ചട്ടികളിലാണ് വെക്കുന്നത്. ചട്ടികൾ വെക്കുന്ന നല്ലത്. പക്ഷേ വല്ലാത്ത പാത്രങ്ങൾ, ഇത് പുളിയുള്ള സാധനമല്ലേ, അതായത് സ്റ്റീല് അലുമിനിയം ഒക്കെ ഉപയോഗിക്കുന്ന ചീത്ത. മൺചട്ടിയാണ് ഇതിന് ഏറ്റവും നല്ലത്. എണ്ണ ചൂടായി തോന്നുന്നു. എണ്ണ ചൂടായെന്ന് തോന്നുന്നു. നമുക്കിതിനകത്തൊരു കടുക് ഇച്ചിരി നല്ലപോലെ വേണം. അച്ചാറിന് ഇച്ചിരി നല്ലപോലെ കടുക് വേണം. 1 സ്പൂൺ കടുക്. വെളിച്ചെണ്ണയെക്കാട്ടിലും താമസമുണ്ട് ഈ നല്ലെണ്ണയൊക്കെ ചൂടായി തിളച്ച് വരാൻ. കാരണം ഇതിന് കട്ടി കൂടുതലാണ്. വെളിച്ചെണ്ണയെക്കാട്ടിലും കട്ടി കൂടുതലാണ് നല്ലെണ്ണയ്ക്ക്. അച്ചാർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കില്ല? വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലോ നമുക്ക് വെച്ചിരിക്കാൻ കൊള്ളുകയല്ലേ. അല്ലെങ്കിൽ അച്ചാറുകളെല്ലാം നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. വെളുത്തുള്ളി ഇതൊരു വലിയ കുടം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിക്ക് പുറകെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇത്. ഇഞ്ചി കൂടെ നന്നായിട്ട് ഒന്ന് പാടിക്കിട്ടി. ഇനിയിപ്പോൾ മസാലകളെല്ലാം ചേർക്കണ്ടായിരിക്കും. മസാല എന്ന് പറയാൻ നമ്മൾ ഇപ്പോൾ ഉള്ളത് മുളക് പൊടി മാത്രമേ ഉള്ളൂ. അച്ചാറിന് അച്ചാർ പൊടി ചേർക്കണ്ടേ അമ്മച്ചി? അച്ചാർ പൊടി ചേർക്കുന്നതിൽ നല്ലത് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് മുളക് പൊടി, കായം, ഉലുവാപ്പൊടി, ഇത്ര സംഭവങ്ങളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ ചേർക്കുന്നതാണ് നല്ലത്. അത്ര സംഭവങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ പൊടിനേക്കാളും ഉഷാറാവും. കരിവേപ്പില ഇട്ടു അല്ലേ? കറിവേപ്പില മതി. നമുക്ക് ഇത്രയും മാങ്ങയല്ലേ ഉള്ളൂ, അതിന് സ്വല്പം കൂടെ ഇട്ടേക്കാം. 2 കിലോ വാങ്ങിണ്ടെന്ന് കുറച്ച് അധികം ഇടായിരുന്നു. അതേ ഇടാമായിരുന്നു. അതെ. ശരിക്കനേ കരിയാപ്പില എന്നാണോ കറിവേപ്പില എന്നാണോ? കറിവേപ്പില എന്നാ പറയുന്നത്. കറിവേപ്പെന്നാ. കരിയാപ്പൊന്നല്ല, നമ്മൾ പറഞ്ഞു അങ്ങനെ ആക്കിയതാ. അതെ. ഇനിയിപ്പോൾ നമുക്ക് ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലി, 1 സ്പൂണ് സാദാ മുളക് പൊടി, ഇത്രയും മതി. ഇനി ചൂടാകണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് ഒരു ലേശം, ഞാൻ ഉലുവ നേരത്തെ സ്വല്പം ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ലേശം കൂടെ ചേർക്കുക.
പിന്നെ അടുത്തത് ഒരു സ്വല്പം കായം. കുറച്ച് മതി അല്ലേ? അത് കുറച്ച് മതി. കായമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ആ ഇനി നമുക്കിത് തീ ഓഫാക്കിയിട്ടേ മാങ്ങ ഇടാം. കാരണം മാങ്ങ വെന്തു പോയാലേ തീ ഓഫ് ചെയ്യണം. കാരണം ഇന്നലെ ഇത് നമ്മളെല്ലാം ഉപ്പും ഇതെല്ലാം തിരുമ്മി വെച്ചിട്ടാണ് നല്ലൊരു പരുവത്തേലായിട്ടുണ്ട്. ഒരു അലിഞ്ഞൊരു പരുവേ. ആ കടുകട് പൊങ്ങ മാറി. ഇനിയിപ്പം ഈ ഉള്ള ചൂട് മതി. അപ്പോൾ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടില്ല. ഇപ്പം പെട്ടെന്ന് അരിഞ്ഞാണെങ്കിലോ തീ ഓഫ് ചെയ്യണ്ട. പെട്ടെന്ന് അരിഞ്ഞതാണെങ്കിൽ തീ ഓഫ് ആക്കണ്ട. പക്ഷേ വെന്ത് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ, അല്ലാതെ തന്നെ ഇത് മാങ്ങയ്ക്കകത്തേക്ക് അരപ്പെല്ലാം കൂടെ ചേർക്കുന്നവരും ഉണ്ട്. മാങ്ങ കടുകടന്നിരിക്കുന്നവർക്കും ചിലത് ഇഷ്ടമാണ് അത്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വിനാഗിരിയാണ് പ്രധാന ഐറ്റം. പിന്നെ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കണം. നമുക്ക് ഈ മുളകിനുള്ള ഉപ്പൊന്നും ചേർന്നില്ലല്ലോ. മാങ്ങയ്ക്കുള്ളതല്ലേ ചേർത്തുള്ളായിരുന്നു. മാങ്ങയ്ക്ക് പുളിയായാണ് എപ്പോഴായാലും ഒരു സ്വല്പം നല്ലപോലെ ഉപ്പ് വേണമല്ലോ. പുളിയുള്ള സാധനങ്ങൾക്ക് എപ്പോഴും. തണുത്തതിന് ശേഷം മാത്രമേ വിനാഗിരി ഒഴിക്കൂ. അത്രേ ഉള്ളൂ. ചൂടോടെ ഒഴിച്ചാൽ എന്താ പറ്റുക? ചൂടോടെ ഒഴിക്കാറില്ല. ഇല്ല, ഒഴിക്കുന്നില്ല. എന്തായാലും ഇല്ല, ഒഴിക്കുന്നില്ല. ഷിനോയി, മാങ്ങ തണുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് വിനാഗിരിയുടെ അളവ് അങ്ങനെ പറയാനില്ല. ലേശം അല്ലേ, കുറച്ച്. അതെ. ഇതൊന്ന് കുഴഞ്ഞ് ഇരിക്കത്തക്ക രീതിയിൽ. അച്ചാർ റെഡിയായി. നല്ല അടിപൊളി അച്ചാറായിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. കണ്ടാലും നല്ല മണമൊക്കെ വരുന്നില്ലേ? മണമുണ്ട്, രുചിയുണ്ട്, നിറമുണ്ട്, കാണാൻ നല്ലതാണ്. അതെ, കഴിക്കാനും. നമുക്ക് സമയം കളയാണ്ട് കഴിച്ചു നോക്കാം. നമുക്കെന്നാൽ ചോറിൻ്റെ കൂടെ ഒരു അച്ചാർ കൂട്ടി കഴിച്ചാലോ? ആയിക്കോട്ടെ. പക്ഷെ അമ്മച്ചി തന്നിരിക്കുന്ന ഇത്രയും ചോറൊന്നും പോരാ. അല്ല, അതിപ്പം ഞാനിത് കഴിച്ചു കഴിയുമ്പം തരാവേ. കഴിച്ചു നോക്കാം അല്ലേ? ഒന്ന് കഴിച്ചു നോക്കാം. ചോറും കൂടെ കൂട്ടിയിട്ടിട്ട് അങ്ങ് ഫുള്ള് നന്നായിട്ട് ഇളക്കി കഴിക്കാം. നിനക്ക് അച്ചാർ വലിയ ഇഷ്ടമല്ലേ? നല്ല ഇഷ്ടം. അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ചോറിന് അച്ചാർ മാത്രം മതിയില്ലേ? അതെല്ലാം ഇങ്ങനെ ഇട്ട് കുഴക്കുന്നത്. അതെ, ഇന്നലെ ഇതിനകത്ത് പുളിയുണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട് അല്ലേ? ഇങ്ങനെ നവരസങ്ങളെല്ലാം ഉണ്ട്. ചോറെല്ലാം ഇങ്ങനെ നല്ല നിറം വരും. അതെ, ഉണ്ട്, കായമുണ്ട്, ഇതെല്ലാം കൂട്ടമുണ്ട് അല്ലേ? അച്ചാറിന് പോരാ. അങ്ങനെ കുറച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അതെ, എല്ലാം കറക്റ്റ്. ഉപ്പും മുളകും വിനാഗിരിയും എല്ലാം കൂടെ നല്ല കറക്റ്റ് സമാസമാണ്. അങ്ങനെ വേണം അച്ചാർ നിൽക്കാൻ. അടിപൊളി അച്ചാറാണ്. അപ്പം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ ഇത് മൊത്തം കഴിക്കും. അപ്പം അമ്മച്ചിട്ടിരിക്കുന്ന മാങ്ങാച്ചാർ സൂപ്പർ അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും അടിപൊളിയായിട്ടുണ്ട്. അത് നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വെച്ചിട്ട് അങ്ങ് കഴിക്കുമ്പോൾ ടേസ്റ്റ് അടിപൊളി അച്ചാറാണ്. അപ്പം നമുക്ക് എല്ലാവരും അതിന് മുമ്പ് എല്ലാവരും ആയിക്കോട്ടെ എല്ലാവരും പരീക്ഷ നോക്കാം. ഞങ്ങൾ ഈ ചോറ് മൊത്തം തിന്ന് അച്ചാറും കൂട്ടി തീർക്കാൻ പോവാം. അതെ, അപ്പം എല്ലാവർക്കും ബൈ.